വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിലും പ്രതിഷേധം നടത്തി. പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലിൽ നടത്തിയ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലും റെസ്റ്റോറന്റും അനുബന്ധ അതുപോലുള്ള തന്നെ പ്രവർത്തിക്കുന്ന എല്ലാ കടകളും അടച്ചിട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഒരു സമരം നടത്തുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ ഭാഗമായി പത്തനംതിട്ടയിലും സമരം നടത്തുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഈ സമരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി 5-6 മാസമായി ഗ്യാസിന്റെ വില വർധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ യുദ്ധം വന്നപ്പോഴത്തേക്ക് ഒരു തടസ്സമെന്ന രീതിയിൽ 1000 രൂപ ഒരു സിലിണ്ടറിന് കൂട്ടി. അത് ഹോട്ടലുകാർക്ക് താങ്ങാൻ പറ്റില്ല. കേരളത്തില് 1 ലക്ഷം ഹോട്ടൽ ഉടമകളും ജീവനക്കാരുൾപ്പെടെ 10 ലക്ഷം പേര് ജീവനക്കാരുണ്ട്. അവരെ ആശ്രയിച്ച് കഴിയുന്ന നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്നവര്, മത്സ്യമാംസാദികൾ വിൽക്കുന്നവര്, ഗ്യാസ് വിൽക്കുന്നവര് ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 1000 രൂപ 1500 രൂപ ഗ്യാസ് വിലയുണ്ടായിരുന്ന ഗ്യാസ് കഴിഞ്ഞ 6 മാസം കൊണ്ട് 3000 രൂപ 3300 രൂപ വരെ ആയിട്ടുണ്ട്. അതിന്റെ സ്കേഴ്സിറ്റിയും ഉണ്ട്, ഗ്യാസ് കിട്ടാനുമില്ല. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകാർക്ക് സമരമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഞങ്ങൾക്ക് വ്യാപാരം നടന്നെങ്കിൽ 100 രൂപയ്ക്ക് 5 രൂപ GST കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഞങ്ങളാണെങ്കിൽ ഗ്യാസിനാണെങ്കിൽ 18% GST ആണ് കൊടുക്കുന്നത്. അപ്പം 3000 രൂപയുടെ ഗ്യാസിന് 18% ഒരു 500 രൂപ ഒരു ഗ്യാസ് സിലിണ്ടർ GST കൊടുക്കുന്നത് ഞങ്ങൾക്ക്. ആ GST വേണ്ടെന്ന് സർക്കാർ വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സാന്ത്വനമായിരിക്കും. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരമായിട്ടും ദീർഘകാല സമരമായിട്ടും മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഈ പെട്ടെന്ന് ഈ ഗ്യാസിന്റെ വില വർദ്ധിച്ചപ്പോഴേ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കണ്ടല്ലോ. അപ്പൊ അത് സാധാരണ ജനങ്ങളിലേക്കുള്ള ഒരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ഈ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമ്പോൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ വേറെ നിവൃത്തിയില്ല. അത് തീർച്ചയായിട്ടും പൊതുജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലുകാരെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. 1 വർഷമോ 2 വർഷം കൂടുമ്പോഴാണ് ഹോട്ടൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും. ഇപ്പോൾ തീരെ നിവൃത്തിയിരുന്ന അവസ്ഥയിലാണ്. ഹോട്ടൽ ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മറ്റു വേറെ യാതൊരു മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല. ബന്ധപ്പെട്ട ഈ സംസ്ഥാനവും കേന്ദ്ര സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഈ സ്ഥാപനം തന്നെ മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളൊന്നും അറിഞ്ഞൂടാ. ഒരുപാട് കടങ്ങളായി, ജോലിക്കാരെ കിട്ടാത്തൊരവസ്ഥ, അങ്ങനെ പല രീതിയിലും ഹോട്ടലുകാരെന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ ഒരു സമരം കൊണ്ട് സർക്കാർ ഞങ്ങളുടേക്ക് ഒരു വെളിച്ചം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ പത്തനംതിട്ടയിലെ ഈ സമരത്തിൽ ആരൊക്കെയാ പങ്കെടുത്തത്? ഇവിടുത്തെ സംസ്ഥാന നേതാക്കന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. 100-300 പേര് ഇന്ന് പങ്കെടുത്തു. നല്ല വിജയത്തിലായിരുന്നു. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഡീസലും പെട്രോളിനും ചാർജ് കൂടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇന്ന് ഇരട്ടിയായിട്ട് മാറും. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞേക്കുന്നത് വീട്ടുകാരുടെ ഗ്യാസിന് 350 രൂപ വരെ വർധനമുണ്ടാവും, ഡീസലിന് 10 മുതൽ 15 വരെ വർധനമുണ്ടാവും. അങ്ങനെ 1 രൂപ തന്നെ ഡീസലിന് 1, 2, 5, 10 രൂപ വർധനമുണ്ടായാൽ തന്നെ ഉപ്പ് മുതൽ കർപ്പൂരത്തിന് വരെ മുഴുവൻ ഭക്ഷ്യസാധനങ്ങൾക്കും ഇരട്ടിയേറെ വിലയാവും. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മേഖല പൂർണ്ണമായിട്ട് നിന്നു പോകും. ഞങ്ങൾ ചെറിയ ഹോട്ടലുകൾ, ഞങ്ങൾ വില വർദ്ധിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കൂടുതൽ ഞങ്ങൾക്ക് ഒരിക്കലും വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇത് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. യുദ്ധം അമേരിക്കയും ഇസ്രായേലും ഇറാനും കൂടിയാണ്. പക്ഷെ അതിന്റെ കെടുതി മുഴുവനും ഇന്ന് ഭാരതത്തിലെ ജനങ്ങളുടെ മണ്ടയ്ക്കൽ ആയി. ഈ ഇന്ത്യയിൽ ഇത് പ്രതിഷേധം നടത്തിയ കർണാടകയും കേരളവും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ നിലവിൽ. മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടെ ഹോട്ടലുകാരും പൊതുജനങ്ങളും കൂടെ രംഗത്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കൂ. ഇന്ന് വലിയ ന്യൂസ് അറിഞ്ഞത് യുദ്ധം നിർത്താൻ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ യുദ്ധം നിന്ന് ഒരു 3-5 മാസം കഴിഞ്ഞിട്ട് പഴയ വില തന്നെ കേന്ദ്ര സർക്കാർ ആക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ആക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇവിടെ ആരുടെ ഏതൊക്കെ സംഘടനകൾ പങ്കെടുത്തു? ഞങ്ങളുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്, കേരള വ്യാപാരി വ്യവസായ യോജന സമിതി, കേരള വ്യാപാരി വ്യവസായ സമിതി, ബേക്കേഴ്സ് അസോസിയേഷന്, കാറ്ററിംഗ് അസോസിയേഷന്, ഇവരുടെ എല്ലാം പ്രതിനിധികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു. പത്തനംതിട്ട മുൻ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈന്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷ് വരിക്കണ്ണമല അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും പൊതുജനങ്ങൾക്കും നല്ല സപ്പോർട്ടായിരുന്നു. സമരം അതിഭയങ്കര വിജയമായിരുന്നു. സമൂഹത്തിലെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ വ്യവസായത്തെ നിലനിർത്തണമെന്നാണ് അവരുടെ സംഘടനയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.